ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ആണ്ടുവട്ടത്തിലെ 15ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈശോ വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് ചിന്തിക്കുവാനായിട്ട് നൽകുന്നത്. അത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തീയ ജീവിത വഴികളിൽ പിഴകളും പിഴവുകളും ഉണ്ടാകാതിരിക്കുവാനുള്ള ക്രിസ്തുവിന്റെ മൊഴികളാണ് ഈ സുവിശേഷത്തിന്റെ അകക്കാമ്പും അടിസ്ഥാനവും ആധാരവും. ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ ഈ 2 പേരെ വീതം സുവിശേഷ വേലയ്ക്കായി ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയക്കുന്ന ഭാഗമാണ്. വടിയല്ലാതെ മറ്റൊന്നും എടുക്കരുത് എന്നാണ് ആദ്യ മൊഴി. എന്തുകൊണ്ടായിരിക്കാം ഈശോ ശിഷ്യന്മാരോട് അവരുടെ ദൗത്യ നിർവഹണത്തിനായി വടിയല്ലാതെ മറ്റൊന്നും കൊണ്ടുപോകരുത് എന്ന് പറയുവാനുള്ള കാരണം? വടി എന്നത് അധികാരത്തിന്റെ അടയാളവും പ്രതീകവുമാണ്. അധികാരം അടിച്ചൊതുക്കുവാനും അമർത്തുവാനും ഉള്ളതല്ല, അനുഭവപൂർവമായ അണച്ചു പിടിക്കുവാൻ ഉള്ളതാണ്. നമ്മൾ ബൈബിളിൽ വായിച്ചു നോക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം വടി കൊടുക്കുന്ന ഒരു മനുഷ്യൻ, മോശ ഫറവോന്റെ അടുത്തേക്ക് അയക്കപ്പെടുമ്പോൾ പേടി ഉണ്ടായിരുന്നു എങ്കിലും ദൈവം അവന് കൂടെ കൈത്താങ്ങായി കൊടുക്കുന്നത് വടിയാണ്. ആ വടി അവന് ഒരു സഹായിയായിരുന്നു, ഒരു കരുത്തായിരുന്നു. അതുപോലെ തന്നെ ആ വടി കൊണ്ടാണ് മോശ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഈ വടി എന്തിനെ സൂചിപ്പിക്കാം? ഈ വടി എന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് തുല്യമാണ് വടി എന്നത്. നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളിലല്ല, നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവകൃപയിൽ ആണ് ആശ്രയിക്കേണ്ടത്. അതാണ് ഈ വടി എന്നത്. വടി എടുക്കുക, വടി മാത്രം എടുക്കുക എന്നതിന്റെ അർത്ഥം. അതേ പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ പോലെ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മുടെ ജീവിത സാഹചര്യം ഏതായാലും ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഈ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിന് പകരം ഒരു കൂട്ടായ്മയിൽ പരസ്പര സ്നേഹത്തിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തീയ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.